الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം, നല്ലവരായി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടാനുതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ആ നിലക്കുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ടായിരിക്കും. ഒരു സമയം പോലും അല്ലാഹുവിനെ വിസ്മരിക്കുന്ന, അവന്റെ ആരാധനകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു രംഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മനുഷ്യന് ഓരോരോ സന്ദർഭങ്ങളിലും പ്രത്യേകമായ പ്രതിഫലങ്ങളും പ്രത്യേകമായ പുണ്യങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ഒരു സമയത്തിനില്ലാത്ത പ്രാധാന്യവും ശ്രേഷ്ഠതയും മറ്റു സമയങ്ങൾക്ക് നിശ്ചയിച്ചുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇന്ന സമയം, ഇന്ന ദിവസം, ഇന്ന സമയങ്ങൾ, അതെല്ലാം നിനക്ക് പ്രത്യേകമായി പുണ്യമുള്ള, പ്രത്യേകമായ ബർക്കത്തുള്ള, പ്രത്യേകമായ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള സമയങ്ങളും ദിവസങ്ങളും സന്ദർഭങ്ങളുമാണ്. അതിന് ഉപയോഗപ്പെടുത്തണമെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും കൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് ഇപ്പോൾ നമ്മൾ ഉള്ള ശഅബാൻ മാസം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഠിപ്പിക്കുന്ന ഏതാനും ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ശൈഖ് നാസിറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൻ നസാഇ എന്ന ഗ്രന്ഥത്തിൽ 2356 ഹദീസായി നൽകുകയാണ്. അൻ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ, ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ അത്ര
ഇത്രയും കൂടുതൽ നോമ്പുകൾ അനുഷ്ഠിക്കുന്ന മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ, നിങ്ങൾ ഈ മാസത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നുവല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഈ മാസം യഗ്ഫലു നാസു അൻഹു ബൈന റജബ് വ റമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയ്ക്കുള്ള ഈ മാസം മനുഷ്യന്മാർ പലപ്പോഴും അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന മാസമാണ്. വഹുവ ശഹ്റുൻ, ഈ മാസം തുർഫഉ ഫീഹി അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു അൻ യുർഫഅ അമലി വഅന സ്വൈമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. ഒന്ന്, സാധാരണയായി ജനങ്ങൾ ശ്രദ്ധിക്കാത്ത അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന മാസമാകുന്നു ശഅബാൻ. അതിനു മുമ്പാണ് റജബ്, ആ ശഅബാനിന് ശേഷമാണ് റമളാൻ. ഈ 2 മാസത്തെയും ജനങ്ങൾ ഓർക്കും. എന്തുകൊണ്ടാണ്? റജബ് പവിത്ര മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ ഒരു മാസമാണ്. ആ നിലയ്ക്ക് ചിലപ്പോൾ ജനങ്ങൾ റജബിനെ ഓർത്തു എന്ന് വരാം. അല്ലാതെ റജബിന് പിന്നെ മേറാജ് ഉണ്ടായി അന്ന് പ്രത്യേകമായ നോമ്പുണ്ട്, ആ നിലക്കല്ല. അത് ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത കാര്യവുമാണ്. അതേ സ്ഥാനത്ത് 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് ഇസ്ലാം എന്ന് പറഞ്ഞു. ആ 4 മാസങ്ങളിൽ 3 തുടർച്ചയായിട്ടുള്ള ചില മാസങ്ങളും മറ്റൊന്ന് റജബ് എന്നറിയപ്പെടുന്ന റജബ് മാസവുമാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സുകൾ അതുണ്ടാകും. പിന്നെയോ റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്, നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെട്ട മാസമാണ്. ആ നിലക്ക് റമളാനിനെ കുറിച്ചുള്ള ചിന്തയും ചിലപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ശഅബാൻ ചിലപ്പോൾ ആളുകൾ വിസ്മരിച്ചു എന്ന് വരാം, അതിനെ തൊട്ട് അശ്രദ്ധവാന്മാരായി എന്ന് വരാം. ഇസ്ലാമിന്റെ പ്രത്യേകതയാണത്. ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന സന്ദർഭങ്ങൾ എവിടെയുണ്ടോ അവിടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് വല്ലവനും പറഞ്ഞാൽ അവന്റെ ഒരുപാട് പാപങ്ങൾ 1,00,000-ഓളം എന്ന ഹദീസുകൾ കാണുവാൻ സാധിക്കും. അവന്റെ പാപങ്ങൾ പൊറുക്കുകയും നന്മ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. എന്തേ കാരണം? അവനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തിനാ പറയിപ്പിക്കുന്നത്? അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അല്ലാഹനെ മറക്കും, ചിലപ്പോൾ മനസ്സ് അശ്രദ്ധമായി പോകും, ചിലപ്പോൾ മനസ്സ് തിന്മകളിലേക്ക് ചാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾ തിന്മയിലേക്ക് ചായാൻ സാധ്യതയുള്ള, അശ്രദ്ധയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവിടെ നന്മയിലേക്ക് പിടിച്ചു വലിക്കൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു സവിശേഷതയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഈ മാസം ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബ് വ റമളാൻ, റജബിനും റമളാനിനും ഇടയ്ക്ക് ജനങ്ങൾ അശ്രദ്ധയിൽ പെട്ടുപോകുന്ന മാസമാണ്. പിന്നെ പറഞ്ഞത് അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അപ്പൊ എന്ത് വേണം? ഒരു സത്യവിശ്വാസി ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. തന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണം. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയരുക എന്ന് പറഞ്ഞാൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 3 രൂപത്തിലാണ് മനുഷ്യന്റെ കർമ്മങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത്. ഒന്ന്, ദൈനംദിനമായി ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ. ഓരോ ദിവസവും മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ. അതാണ് ഹദീസിൽ വന്നത്. രാവിലെയും വൈകുന്നേരവും പള്ളികളിൽ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ തിരിച്ച് അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കും ആ മലക്കുകളോട്, നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ആ മലക്കുകൾ മറുപടി പറയും, അല്ലാഹുവേ, ഞങ്ങൾ വരുമ്പോൾ അവർ നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു, ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പൊ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോ ദിവസവും മലക്കുകൾ സമർപ്പിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. രണ്ടാമത്തെ ഒന്ന്, എല്ലാ ആഴ്ചയിലും മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ഉയരുന്നു. അതും ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഅമാല ബനി ആദം സന്തതികളുടെ പ്രവർത്തനങ്ങൾ തുഅറലു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവിലും എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയുടെ രാത്രികളിൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹം,
കുടുംബബന്ധം പുലർത്തിയവന്റെ കുടുംബബന്ധം മുറിച്ചവന്റെ കർമ്മങ്ങൾ അല്ലാഹു തആലയിലേക്ക് ഉയരുകയില്ല, അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ഷെയ്ഖ് അൽബാനിയുടെ സഹീഹ് തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ 2538 ഹദീസായി കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടാമത്തെ ഉയർത്തലാണ്. അപ്പൊ ദൈനംദിനമായി ഉയർത്തുന്നതുണ്ട്, ആഴ്ചകളിലുള്ള ഉയർത്തലുകളുണ്ട്. മൂന്നാമത്തേതാണ് നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ ഓരോ വർഷവുമുള്ള അല്ലാഹു മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തുന്ന ദിവസം, അത് ശഅബാൻ മാസത്തിലാണ് എന്ന്. റബ്ബുൽ മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരാൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഫീ സൗമി ശഅബാൻ, ശഅബാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് അന്ന സിയാമഹു, ശഅബാനിലെ നോമ്പ് കത്തംരീനി അലാ സിയാമി റമളാൻ, റമളാൻ മാസത്തിലേക്കുള്ള നോമ്പിനുള്ള ഒരു പരിശീലനം പോലെയാണ്. ലിഅല്ലാ യദ്ഖുല ഫീ സൗമി റമളാന അലാ മശഖ്ഖത്തിൻ വകുൽഫത്തിൻ, റമളാൻ വരുമ്പോൾ ഒരു പ്രയാസത്തോടെയും ബുദ്ധിമുട്ടോടെയും നോമ്പിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. ബൽ യകൂനു ഖദ് തമറന അല സിയാമി വഅതാദഹു, ഈ ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പുകൾ എടുക്കുകയും എന്നിട്ട് ആ നോമ്പിന് അവനൊരു പരിശീലനം നേടുകയും ശേഷം ആ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നോമ്പിലൂടെ അവൻ ഒരു ആശ്വാസവും അതേപോലെ തന്നെ ഈമാനിന്റെ മാധുര്യവും അവൻ നേടിയെടുക്കുന്നു. റമളാൻ, അങ്ങനെ അവൻ റമളാനിലേക്ക് പ്രവേശിക്കുന്നു. ശക്തിയോടുകൂടിയും അതേപോലെ തന്നെ ആവേശത്തോടെയും ഉന്മേഷത്തോടുകൂടിയും ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് കഴിവിന്റെ പരമാവധി ഈ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. തുടർച്ചയായ നോമ്പ് എന്നല്ല, ഉള്ള സുന്നത്തുകൾ തിങ്കളും വ്യാഴവും അത് നിർത്താതെ ഒഴിവാക്കാതെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ എല്ലാ മാസങ്ങളിലും ഉള്ളതുപോലെയുണ്ട്, അത് എടുക്കുക. അതേപോലെ കഴിവിന്റെ പരമാവധി അതിനേക്കാൾ വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത് ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറു മിൻ ശഅബാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലെ പോലെ മറ്റൊരു മാസത്തിലും കൂടുതൽ നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നില്ല. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു, ശഅബാൻ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നാൽ ശഅബാൻ മുഴുവനും എടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഒഴിവാക്കാതെ റമളാൻ പോലെ 30 എടുത്തു എന്നാണോ? അല്ല. അവിടെ കുല്ലഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പുകൾ എടുത്തതിന്റെ ആധിക്യം സൂചിപ്പിക്കുവാനാണ്, അല്ലാണ്ട് ശഅബാൻ മുഴുവനായും എടുത്തു എന്ന് പറയാനില്ല. കാരണം മറ്റൊരു ഹദീസിൽ കാണാം, ആ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല, ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു, മാസം മുഴുവൻ നോമ്പെടുക്കുന്ന, ഒറ്റ ദിവസം ഒഴിവാക്കാതെ മുഴുവനായി നോമ്പെടുക്കുന്ന മാസങ്ങളിൽ പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ റമളാൻ, റമളാൻ ഒഴികെ. അപ്പൊ മറ്റേ മാസത്തെ ശഅബാനെ കുറിച്ച് മുഴുവൻ പറഞ്ഞതോ അത് കൂടുതൽ എടുക്കുവാനുള്ള ഒരു പ്രേരണയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, ശഅബാനിനെ പോലെ കൂടുതൽ നോമ്പുകൾ എടുക്കുന്ന വേറെ മാസവും പ്രവാചകന്റെ ദിനചര്യകളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തിലെ നോമ്പ് തന്നെ. നോമ്പെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നോമ്പിന്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ അതിന്റെ പ്രാധാന്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. പക്ഷെ റമളാനോടുകൂടി നമ്മുടെ നോമ്പുകളെല്ലാം അവസാനിച്ച് പിന്നെ നോമ്പുമായി ബന്ധമില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം
ഒരു സത്യവിശ്വാസി തന്റെ വികാരങ്ങളും തന്റെ വിചാരങ്ങളും തന്റെ ലൈംഗികമായ ദാഹങ്ങളും തന്റെ വിശപ്പിന്റെ ദാഹങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനത് ഏറ്റവും വലിയ ഇഷ്ടമാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ലാ യസൂമു അബ്ദുൻ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അടിമ ഒരു നോമ്പെടുത്താൽ, അവിടെ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശറഹിന് പണ്ഡിതന്മാര് രണ്ട് നിലയ്ക്ക് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അവന്റെ മാർഗത്തിൽ നോമ്പെടുക്കുക. രണ്ടാമത്തെ വിശദീകരണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നോമ്പെടുക്കുക. അങ്ങനെ രണ്ട് വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അല്ലാഹു ആലം. ഏതായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി നോമ്പെടുത്താൽ 70 വർഷം ദൂരം ആ മനുഷ്യനും നരകവും തമ്മിൽ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ആയുസ്സൊക്കെ 60 65 ഒരു മനുഷ്യനും നരകവും തമ്മിലുള്ള അകലം 70 വർഷം അകലേക്ക് അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. എപ്പോ? ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ. അതാണ് നോമ്പിന്റെ സവിശേഷത. അതും പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമുള്ള മാസമാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ആ മാസങ്ങളിലാകുമ്പോൾ അത് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. മറ്റൊരു ഹദീസിൽ അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹാബി പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, മുർനി ബിഅമലിൻ, എനിക്ക് നിങ്ങൾ ഒരു കർമ്മം പറഞ്ഞു തരണം, യൻഫഉനില്ലാഹു ബിഹി, അതുകൊണ്ട് അല്ലാഹു എനിക്ക് ഫലം നൽകണം, എനിക്ക് ഗുണമുള്ള ഒരു കർമ്മം പഠിപ്പിച്ചു തരണം. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അലൈക ബിസ്സൗം, നീ നോമ്പെടുക്കുക, ഫഇന്നഹു ലാ അദ്ല ലഹു, അതിന് തത്തുല്യമായ മറ്റൊന്നില്ല. അപ്പോൾ ഏറ്റവും